നമസ്കാരം. ആ, എൻ്റെ പേര് സജീവ് കരിപ്പം. സ്വദേശം മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ്, ബാംഗ്ലൂരാണ് താമസം. ആ, എൻ്റെ വിഷയം ഇന്ന് പ്രാണനാണ്. അപ്പം പഞ്ചപ്രാണൻ എന്നുള്ള അർത്ഥത്തിലുള്ള പ്രാണൻ. അപ്പോൾ സാധാരണ നമ്മൾ പ്രാണൻ എന്നുള്ള ഇത് പറയുമ്പം പല രീതിയിലും പല അർത്ഥത്തിലും ലൂസായിട്ട് പറയാറുണ്ട്. അതായത് ആ, പ്രാണൻ പോയി, അതൊരു ജീവ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ പറയുന്നത്. ഇവിടെ ആ അർത്ഥത്തിലല്ല. നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത് ഒരു എനർജി അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അതായത് നമ്മൾക്ക് നമ്മൾ ഈ ലോകം എക്സ്പീരിയൻസ് ചെയ്യുന്നത് 5 ലെയറുകളായിട്ടാണെന്നാ പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് അന്നമയ കോശം, പിന്നെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അപ്പം അത് ആനന്ദമയ കോശം വരെ പോകുമ്പോഴേക്ക് അത് സൂക്ഷ്മമായിട്ട് വരും, സറ്റിലായിട്ട് വരുമെന്നാണ്. അപ്പം ഈ അന്നമയ കോശമാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ ശരീരം. അതിന്റെ മനസ്സിന്റെയും ഇടയ്ക്ക് ഒരു പ്രാണമയ കോശമുണ്ട്. ഇതിൽ കൂടെയാണ്, അപ്പം ഇതില് 72,000 നാഡികള്, അതിൽ കൂടെയാണ് പ്രാണൻ സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മൾ പല രീതിയിൽ നമുക്ക് ഡെയിലി ഇപ്പം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിനുള്ള ഊർജം, അതിനുള്ള എനർജി നമുക്ക് പ്രാണനായിട്ടാണ് കിട്ടുന്നത്. അത് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ കൂടെ പ്രാണൻ കിട്ടുമെന്നാണ്. പക്ഷെ സാധാരണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് ഭക്ഷണം, ശ്വാസം, ഉറക്കം, പിന്നെ ധ്യാനം. ഈ 4 ഇതാണ് പറയുന്നത്. ഈ പ്രാണൻ ആണ് പ്രാണമയ കോശം. അപ്പോൾ പ്രാണമയ കോശം നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് പ്രാണൻ. അപ്പൊ അത് ഈ പ്രാണൻ കൂടുകയോ കുറയോ ചെയ്യുമ്പം അത് മനസ്സിനെയും ശരീരത്തിനെയും അതേപോലെ ഇമ്പാക്ട് ചെയ്യും. അപ്പം നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഈ പ്രാണൻ ശരീരത്തില് പലവിധ കർമ്മങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെ 5 പ്രാണവായു ഉണ്ടെന്നാണ്. അതായത് മഹാപ്രാണൻ, അതേപോലെ 5 ഉപപ്രാണന്മാര്, പിന്നെ സ്ത്രീകൾക്ക് 2 പ്രാണൻ വേറെ ഉണ്ട്. അതൊരു പ്രസവം സംബന്ധിച്ചുള്ള. അപ്പൊ സാധാരണ ഗതിയിൽ 5 മഹാപ്രാണനും 5 ഉപപ്രാണനും. അതിൽ ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആണ് പ്രാണനും അപാനനും. അപ്പം അതിൽ പ്രാണനാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തില് നമ്മുടെ കഴുത്ത് മുതല് നമ്മുടെ ഡയഫ്രം, വാരിയലിന് താഴെ വരെയുള്ള പ്രദേശത്താണ് ഈ പ്രാണന്റെ സ്ഥാനം. അതായത് ഈ പ്രാണൻ ചെയ്യുന്നത് ഇത് മുകളിലേക്കുള്ള പ്രാണനാണ്. അപ്പം പ്രാണനും അപാനനും 2 ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപാനൻ താഴോട്ടും പ്രാണൻ മുകളിലോട്ടും. അപ്പം ഈ ഈ റീജിയനിലുള്ള, അതായത് നമ്മുടെ പ്രധാനമായിട്ട് ശ്വാസകോശം, ഹൃദയം, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശ്വസിക്കുക, നമ്മുടെ രക്തചംക്രമണം, ഹൃദയത്തിന്റെ ഫങ്ഷൻ, അതിന്റെ കൂടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ഇവിടെയാണ് വരുന്നത്. ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രാണനാണ്. അപ്പം സാധാരണഗതിയിൽ അപ്പൊ ഈ പ്രാണന് നമ്മൾ ഇപ്പൊ ശരിക്കും പ്രാണിക് ബോഡി എന്ന് പറയുന്നത്, ഇപ്പം പ്രാണിക് ഹീലിംഗിലൊക്കെ പറയുന്നില്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിന്ന് 18 ഇഞ്ച് പുറത്താണ് ശരിക്കും പ്രാണിക് ബോഡി ഇരിക്കുന്നതെന്നാണ് പറയാം. അപ്പൊ അത്രയും, അപ്പം നേരത്തെ പറഞ്ഞ 5 ലെയറുകള് ഒന്നിന്റെ ഉള്ളിൽ ഒന്നല്ല, ശരിക്കും ഒന്നിന്റെ പുറത്ത് ഒന്നാണ്. അങ്ങനെയാണത് വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പൊ 18 ലെവലുകൾ ഉണ്ട് എന്നാണ് പറയാ പ്രാണന്. അതായത് 0 മുതൽ ഒരു 18 വരെ ഒരു സ്കെയിലില്. ഒരു കല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രാണിക് ലെവൽ ഒരു 0 ആണെന്നാ പറയാം. അപ്പം ഈ വരുന്ന പ്രാണൻ അതിന്റെ ലെവല് കൂടുമ്പോഴാണ്, അപ്പൊ ഈ പ്രാണൻ നമ്മളൊരു പല തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള എനർജി, അതാണ് ഈ നമ്മൾ ശ്വസിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അതൊരു ശരീരത്തിന്റെ ലെവലില്. ഒരു മനസ്സിന്റെ ലെവലില് നമ്മുടെ എന്താ പറയുക, നമ്മുടെ 5 സെൻസറി ഓർഗാൻസിൽ കൂടെ നമുക്ക് വരുന്ന ഈ എക്സ്പീരിയൻസുകൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഈ പ്രാണ വഴിയാണ്. അത് പുറത്ത് കളയുന്നത് അപാനൻ വഴിയാണ്. അപ്പോൾ ചിന്തകളുടെ ലെവലില്, എമോഷൻ ഫീലിങ്സിന്റെ ലെവലില്
ഈ പിന്നെ ഈ അസിമിലേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് ചെയ്യുന്നത് ഈ പ്രാണനാണ്. അപ്പൊ സാധാരണ പിന്നെ ഈ പ്രാണ ലെവല് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് ഇന്റലക്റ്റ് പിന്നെ നമ്മുടെ ബുദ്ധി വളരെ ഷാർപ്പായിരിക്കുന്നതാണ്. പ്രാണ കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾക്ക് ഡെസിഷൻ എടുക്കാൻ പറ്റായിക, അങ്ങനത്തെ ഒരു എന്താ ഉറപ്പില്ലായ്മ. അപ്പം സാധാരണ യോഗയില് പിന്നെ ഈ ചെസ്റ്റ് ഓപ്പണിംഗ് ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ തടാസനം, അല്ലാതെ പുറകോട്ട് ബെൻഡ് ചെയ്യുന്ന എല്ലാ ആസനങ്ങളും ഈ പ്രാണ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പൊ ശരിക്കും പ്രാണായാമം എന്ന് പറയുന്നത് ഈ പ്രാണ കൂട്ടാനുള്ള ഒരു ഉപാധിയാണ്. പിന്നെ ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പിന്നെ വേഗസ് നെർവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ എന്താ പറയാ, വേഗസ് നെർവ് എന്ന് പറഞ്ഞാൽ 18 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അതിലെ വേഗസ് നെർവുമായിട്ട് കണക്റ്റഡ് ആണ് ഈ പ്രാണ. ഈ വേഗസ് നെർവ് ആണ് നമ്മുടെ ബ്രെയിനിൽ ശരിക്കും ഒരു കാമിങ് എഫക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പം അതുമായിട്ട് ഈ പ്രാണ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. പിന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമായിട്ട്, അതായത് പിന്നെ നമുക്ക് 2 നെർവ് സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത്. ഒന്ന് ബ്രേക്ക് പോലെയും ഒന്ന് ആക്സിലറേറ്റർ പോലെയും. അതിൽ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആണ് ഒരു ബ്രേക്ക് ആക്സിലറേറ്റർ പോലെ പ്രവർത്തിക്കുന്നത്. അത് ഈ പ്രാണയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, നമ്മുടെ എന്താ പറയാ മോട്ടിവേഷൻ, ഇതെല്ലാം അതിന്റെ ഒരു രൂഢ എന്താ പറയാ സോഴ്സ് പ്രാണനാണ്. അത്രേ ഉള്ളൂ. നമസ്കാരം, ഞാൻ ഹരീഷ് നീലമന, മലപ്പുറം ജില്ലയിലാണ്. അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ തന്നതിൽ നന്ദി. സജീവകരിപ്പം പറഞ്ഞ എന്നോട് തുടർച്ചയാണ്, ഏകദേശം ഒരേ ടോപ്പിക് തന്നെയാണ്. അപാനനാണ് എനിക്ക് തന്ന വിഷയം. അപാനനെ കുറിച്ച് പറയുമ്പോൾ അപാനിലേക്ക് എത്താനുള്ള ഒരു കാര്യം, അത് ശരീരവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നു. ശരീരത്തിനെ 3 രീതിയിൽ ബാധിക്കാം: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. അപ്പൊ അതിൽ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ശരീരം. സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും അതിനുള്ളിലേക്കുള്ളത്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തേജസ്, ഓറ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. പിന്നെ കാരണ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലം, അല്ലെങ്കിൽ ആത്മാവ് ഉള്ള സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. ഈ ആത്മാവ്, ഈ ഒരു കാരണ ശരീരത്തിലാണ് നമ്മളുടെ മുൻജന്മം, വരാനിരിക്കുന്ന ജന്മം എല്ലാം ഉൾക്കൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അപാനിലേക്ക് എത്തുമ്പോൾ സ്ഥൂല ശരീരം, ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങൾ, ഇതിലൂടെയൊക്കെ നമുക്ക് അതിനെ പുഷ്ടിപ്പെടുത്തിയെടുക്കാൻ കഴിയും, നന്നാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ഈ സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഇവ നന്നായിരിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട പോഷക ഘടകങ്ങൾ, അതായത് അത് ചെയ്യാൻ പറ്റുന്നത് ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ ഉപാസന, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അത് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും നന്നാക്കിയെടുത്താൽ, അതായത് ബലപ്പെടുത്തിയെടുത്താൽ സ്ഥൂല ശരീരവും നന്നാക്കിയെടുക്കും. ഇതില് ഈ സ്ഥൂല ശരീരം അല്ലെങ്കിൽ കാരണ ശരീരം നന്നാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ധ്യാനം, അപ്പോഴാണ് ഈ ധ്യാനം അല്ലെങ്കിൽ ഉപാസന വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വരേണ്ടി വരുന്നത്. ഏത് പ്രാണായാമം, അപ്പൊ പ്രാണനുകൾ. അപ്പൊ പ്രധാനമായും 10 പ്രാണനുകളാണുള്ളത്. അതില് 10 പ്രാണനുകൾ എടുത്തു പറയുമ്പോൾ 5 എണ്ണമാണ് പ്രധാനമായിട്ട്: പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അതിൽ ഉപപ്രാണനുകളായിട്ട് നാഗ, കൂർമ്മ, ദേവദത്ത, കൃപരൻ, ധനഞ്ജയൻ, ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. അതിൽ പ്രാണൻ കഴിഞ്ഞു. അപാനന്റെ ആണ് നമുക്കിനി അറിയാനുള്ളത്. അതിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പ്രാണനും അപാനനും നേരിട്ട് പ്രവർത്തിക്കുന്ന, അതായത് തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വായുവാണ്. അതായത് ഒരു പ്രാണനാണ്. പ്രാണന്റെ നേരെ വിപരീത പ്രവർത്തനമാണ് അപാനനുള്ളത്.
ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ അപാനൻ നാഭി മുതൽ പാദലം, അതായത് കാൽവിരൽ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന്റെ പ്രധാന കർമ്മം എന്ന് പറയുന്നത്, അതായത് ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിലെ എന്താ പറയാ പുറത്തേക്ക് തള്ളേണ്ട വസ്തുക്കൾക്ക്, അതായത് ശാരീരികമായിട്ടുള്ള മലമൂത്ര വിസർജനം, വിയർപ്പ് എന്നീ കാര്യങ്ങൾ, മറ്റു സ്ത്രീകളിലേക്കാണെങ്കിൽ പ്രസവം, പീരീഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ സഹായിക്കുകയാണ് ശാരീരികമായി പറയുമ്പോൾ അപാനന്റെ ഡ്യൂട്ടി വരുന്നത്. അപാനൻ ശരീരത്തിലെ അവയവങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. വൻകുടൽ, വൃക്ക, മലദ്വാരം, ജനനേന്ദ്രിയങ്ങൾ എന്നിവയാണ് ഇത് പരിപോഷിച്ചെടുക്കുന്നത്. ഇതിനെ പൊതുവെ പുറന്തള്ളപ്പെടുന്ന വായു എന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം. ഈ അപാനൻ സ്ഥിതി ചെയ്യുന്നത് ഒരു താന്ത്രിക, അതായത് മൂലാധാര ചക്രം എന്ന ഒരു ഏരിയയിൽ, ഒരു ഭാഗത്തായിട്ടാണ് ഈ അപാനൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്ത്രവിധി പ്രകാരം 7 ചക്രങ്ങളാണുള്ളത്. 7 ചക്രങ്ങളിൽ പ്രധാനമാണ് മൂലാധാര ചക്രം. അതിൽ 1 മൂലാധാര ചക്രം, 2 സ്വാധിഷ്ഠാന ചക്രം, 3 മണിപുര ചക്രം, 4 അനന്ത ചക്രം, 5 വിശുദ്ധ ചക്രം, 6 അജ്ജന ചക്രം, 7 സഹസ്രാര ചക്രം. ഇതിലെ പ്രധാന ചക്രമാണ് മൂലാധാര ചക്രം. അതിലാണ് അപാനന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അപാനന് കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട്. ഈ അപാനൻ പൂജയിൽ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന മുദ്രയോടുകൂടി ചെയ്യുമ്പോൾ അത് ആ കൊടുക്കുന്ന ദേവനോ അല്ലെങ്കിൽ ദേവിക്കോ നമ്മളത് ചെയ്യുന്ന അപാനൻ, ഓം അപാനായ സ്വഹ എന്ന് പറയുമ്പോൾ ആ ദേവനോ അല്ലെങ്കിൽ ദേവിക്കോ അത് ആ അപാനന്റെ പ്രവൃത്തികൾ നല്ല രീതിയിൽ വരട്ടെ എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അപ്പൊ അതാണ് പൂജയിൽ ആ ഒരു മന്ത്രത്തിനുള്ള പ്രാധാന്യം. പിന്നീടുള്ളത് ഇതിന്റെ ഒരു മുദ്രയുണ്ട്, അപാന മുദ്രയായിട്ട് വരും. സാധാരണ പൂജയിൽ ചെയ്യുന്ന മുദ്ര തന്നെയാണ്. ഇത് ഓരോ വിരലും, അതിനു മുമ്പ് ഓരോ വിരലും ഓരോ മുദ്ര, ഓരോ വിരലുകൾ ഒരു തത്വത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതില് ചെറുവിരല് ജലതത്വം, മോതിരവിരല് ഭൂമി തത്വം, നടുവിരൽ ആകാശം, ചൂണ്ടുവിരൽ വായു, പെരുവിരൽ അഗ്നി. അപാനവായു, അപാനമുദ്ര എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമി തത്വമായ മോതിരവിരലും ആകാശതത്വമായ നടുവിരലും അഗ്നിതത്വമായ പെരുവിരലും ചേർത്ത് വെക്കുമ്പോഴാണ്. ഇത് ചേർത്ത് വെക്കുമ്പോൾ ജലതത്വമായ ചെറുവിരലും വായുതത്വമായ ചൂണ്ടുവിരലും നിവർന്നു നിൽക്കണം. അപ്പോഴാണ് അപാനമുദ്രയാവുന്നത്. ഈ അപാനമുദ്ര, സജീവകരിപ്പം പറഞ്ഞ പോലെ അപാനമുദ്ര നമ്മൾ യോഗ രീതിയിൽ ചെയ്യുന്നതോടുകൂടി അപാനവായുവിന് അല്ലെങ്കിൽ അപാനന് ശക്തിപ്പെടുത്താൻ ഒരുപാട് കഴിവുണ്ട്. അപാനമുദ്ര ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ഈ അപാനനെ ശക്തിപ്പെടുത്താൻ മറ്റൊരു കാര്യം കൂടെ, അശ്വനമുദ്ര, അതുപോലെ മൂലബന്ധ മുദ്ര. ഇനി ഔഷധത്തിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ത്രിഫല, ഹരിതകി എന്നീ ഔഷധങ്ങൾ കഴിക്കുന്നത് അപാനനെ വളരെയധികം ശക്തിപ്പെടുത്താൻ കഴിയും. ഉണ്ണികൃഷ്ണൻ പയ്യപ്പള്ളി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത് വലിയൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഹരിയേട്ടനും ശ്രീരാമേട്ടനും വൈശ്രവണത്തെ നാരായണേട്ടനും എല്ലാവർക്കും ആദ്യം നന്ദി പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പയ്യപ്പള്ളി. പയ്യപ്പള്ളി എന്നാണ് എൻ്റെ പേര്. മലപ്പുറത്താണ്, ഇപ്പൊ മഞ്ചേരിയാണ് താമസം. ബാംഗ്ലൂർ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യണം. എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വ്യാനനാണ്. പ്രാണനും അപാനനും കഴിഞ്ഞു. മൂന്നാമത്തെ പഞ്ചപ്രാണൻ അല്ലെങ്കിൽ പഞ്ചവായുക്കളില് മൂന്നാമത്തേതായിട്ടുള്ള വ്യാനൻ. ഇതിപ്പോ പൂജയില് നമ്മൾ നോക്കുമ്പോൾ നിവേദ്യത്തിൽ പ്രാണാഹുതി ചെയ്യുമ്പോൾ ഇടത് കൈ മാർത്ത് വെച്ചിട്ട് മോതിര നടു പെരുവിരല് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഓം വ്യാനായ സ്വാഹ എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് ഇതിനെപ്പറ്റി ഇതുവരെ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഒന്നുള്ളത് സപ്തശുദ്ധി അഭിഷേകത്തില്
പ്രാണ അപാന വ്യാന ഉദാന സമാനാമേ ശുദ്ധ്യന്താണ് എന്ന് പറയുന്ന ആ ഒരു ഈ രണ്ട് ഇതിലാണ് ഇതിൽ പൂജയിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനിയുള്ള സമയത്ത് കൂടുതൽ പഠിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ഏറ്റവും പരിചയമുള്ള ഒരു നമ്മളുടെ ദിനചര്യയിലുള്ളത് നമ്മൾ ഭക്ഷണ സമയത്ത് കുടിക്കുന്ന വീട്ടിയിട്ട് പ്രാണാഹുതി ചെയ്യുമ്പോഴും വ്യാനായ സ്വാഹ എന്ന് പറയാറുണ്ട്. ഇത്രയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യം. പക്ഷെ ഞാൻ ഇതിന്റെ കുറച്ച് ശാസ്ത്രം അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തിലുള്ള കുറച്ച് പ്രാധാന്യം കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. ഇതിന് വ്യാനിനെ പറ്റിയിട്ട് വളരെ പ്രാധാന്യത്തോട് കൂടി പറഞ്ഞിട്ടുള്ളത് ഉപനിഷത്തുകളിലും ബ്രാഹ്മണങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. എങ്കിൽ കൂടി ഛാന്തോഗ്യ ഉപനിഷത്തിലാണ്. അതായത് പ്രാണനെയും അപാനെയും യോജിപ്പിക്കുന്നത് വ്യാനനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രാണൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കും അപാനൻ താഴേക്കും അതിനെ യോജിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അത് പിന്നെ അതിനെ ശബ്ദമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ശബ്ദത്തിന്റെ ഒരു ഇത്. പിന്നെ വിഷ്ണു വ്യാനനിൽ വിഷ്ണു വർത്തിക്കുമ്പോഴാണ് വാക്കുണ്ടാവുന്നത്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് വിഷ്ണു ധ്യാനത്തിൽ ഈ വ്യാനന് വളരെ പ്രാധാന്യമുണ്ട്. വാക്ക് വ്യാനന്റെ ഒരു ഇതായിട്ടാണ് പറയുന്നത്. പിന്നെ വീര്യം അല്ലെങ്കിൽ ഒരു കർമ്മശക്തി വ്യാന സംബന്ധിയാണെന്ന് പറയുന്നുണ്ട്. വ്യാനനെ തെക്ക് ഭാഗത്തെ ദ്വാരമായിട്ടും ചെവി അതായത് കേൾവി, അതേപോലെ ചന്ദ്രൻ മനസ്സിന്റെ ഒരു ഇത് പ്രതീകമാണെങ്കിൽ കൂടി വ്യാനനുമായിട്ടും ബന്ധപ്പെടുത്തുന്നു. പിന്നീട് ഛാന്തോഗ്യ ഉപനിഷത്തിലാണ് ഇങ്ങനത്തെ വിസ്തരണങ്ങൾ കാണുന്നത്. തൈത്തരീയ ഉപനിഷത്തില് വ്യാനോ ദക്ഷിണേ പക്ഷം എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അവിടെയും പറയുന്നുണ്ട് പ്രാണനെയും അപാനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ശക്തിയാണ് വ്യാനൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തിലാണെങ്കിൽ ബ്രഹ്മ ഉപാസനയില് ഗായത്രിയുടെ പ്രാധാന്യം പറയുന്ന സമയത്ത് ഗായത്രിയുടെ 4 പാദങ്ങളിൽ മൂന്നാമത്തെ പാദമായിട്ട് പ്രാണൻ അപാനൻ വ്യാനൻ എന്നുള്ള 3 പഞ്ചവായുക്കളുടെ ഈ 3 എണ്ണമാണ് പറയുന്നത്. ഒന്നാമത്തെ പാദമായിട്ട് ഭൂമി, ആകാശം, സ്വർഗം. രണ്ടാമത്തെ പാദം ഋക്ക, യജുസ്, സാമം. 4-ാമത്തെ പാദം സൂര്യൻ. അപ്പൊ 3-ാമത്തെ പാദമായിട്ട് വ്യാനൻ ഉൾപ്പെടുന്ന ത്രിപ്രാണങ്ങളെ പറയുന്നുണ്ട്. പിന്നെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഇത് തോന്നിയത് പ്രശ്നോപനിഷത്തിൽ നേരത്തെ സജീവ് കരിപ്പത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. വ്യാനൻ 72,000 നാഡികളിൽ കൂടി പ്രവഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ 101 നാഡികളുണ്ട്. അതിന് ഏകദേശം 100 ശാഖകളും അതിന്റെ 72,000 ഉപശാഖകളും. ഇതാണ്. അപ്പൊ ഇതൊരു വലിയൊരു സംഖ്യയാണ് നമ്മുടെ നാഡി പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ. 72,000 ഉപശാഖകൾ കൂടി പ്രവഹിക്കുന്നു. ഇതേപോലെ തന്നെ മണ്ഡൂകോപനിഷത്തിലും ഇതേ പ്രകാരം കാണുന്നുണ്ട്. പിന്നെ വ്യാനൻ ദക്ഷിണാഗ്നിയാണ് എന്നുള്ള ഒരു സങ്കല്പം കൂടി പ്രശ്നോപനിഷത്തില് പറയുന്നുണ്ട്. തൈത്തരീയ ബ്രാഹ്മണത്തിൽ വരികയാണെങ്കിൽ 7 വ്യാനൻ എല്ലാ പ്രാണനുകൾക്കും പല ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിൽ തൈത്തരീയ ബ്രാഹ്മണത്തിൽ 7 വ്യാനന് 7 വ്യാനന്മാരെ പറ്റി പറയുന്ന ഒരു പരിപ്രേക്ഷ്യമുണ്ട്. അവിടെ ഭൂമി, അന്തരീക്ഷം, ദ്യൗ, നക്ഷത്രാണി, ഋതവും, ആർത്തവ, സംവത്സരം. ഇങ്ങനെ ആണ് 7 വ്യാനന്മാരായിട്ട് തൈത്തരീയ ബ്രാഹ്മണത്തിൽ പറയുന്നത്. ഇനിയിപ്പോ ആയുർവേദത്തിൽ വന്നു കഴിഞ്ഞാൽ 5 വാദങ്ങളിൽ ഒന്നായിട്ടാണ് വ്യാനനെ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വ്യാനോ ഹൃദിസ്ഥിത കൃത്സ്ന ദേഹചാരി മഹാജവ ഗത്യപക്ഷേപണോത്ക്ഷേപ നിമേഷോന്മേഷണാധിക പ്രായസർവ ക്രിയാസ്തസ്മിൻ ശരീരണം. അതായത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. അത് സർവശരീരകൻ ആണെങ്കിൽ കൂടി രക്തചംക്രമണം, വിയർപ്പ്, നമ്മൾ വളയുന്ന അതായത് ബെൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, ഹൃദയത്തിന്റെ പ്രവർത്തനം, നിമേഷോന്മേഷങ്ങൾ, അത് കണ്ണ് അടയ്ക്കുന്നതും തുറക്കുന്നതും, പിന്നെ കോട്ടുവായ ഇടല്, അതേപോലെ ഈ പെരിഫറൽ സർക്കുലേഷൻ, ബാഹ്യ രക്തചംക്രമണം,
രക്തക്കുഴലുകളുടെ വികാസം ചെറുക്കും, ഡയലേഷൻ ആൻഡ് കോൺട്രക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ വ്യാനന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ രസപുഷ്ടിയാണ്, ശരീരത്തിൽ ആഹാരപുഷ്ടിയാണ് വ്യാനന്റെ ഒരു ഇത്. ഇതിനനുസരിച്ച് ആയുർവേദത്തിൽ ഔഷധകാലം പറയുന്നുണ്ട്. അത് ഇന്ന് മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിലും അത് വളരെ സാമ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലത്തെ ആഹാരം കഴിഞ്ഞിട്ടാണ് വ്യാനനുള്ള ചികിത്സകൾ സാധാരണ. ഔഷധകാലം എന്ന് പറയുന്ന അതാണ്. പിന്നെ ഇത് ചില അസുഖങ്ങളായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അർശസ്, നാഡീരോഗങ്ങള്, ഛർദി പോലെയുള്ള ചില കാര്യങ്ങൾ ഇവയ്ക്ക് കാരണമായിട്ട് പറയുന്നുണ്ട്. ഗരുഡ പുരാണത്തിലും വ്യാനനെ പറ്റി ഇങ്ങനത്തെ ഉള്ള ഇതുകളുണ്ട്. ഇനിയിപ്പോ നമ്മൾ യോഗശാസ്ത്രത്തിൽ വരികയാണെങ്കിൽ 5 പ്രാണനിൽ 1 ആണ് യോഗശാസ്ത്രത്തില്. ഇതിന് പ്രത്യേക ആസനക്രിയകൾ പറയുന്നുണ്ട്. നേരത്തെ സജീവ് കരിപ്പത്ത് അത് ചിലത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ യോഗശാസ്ത്രത്തിൽ നമ്മൾ പൂജയിൽ പഠിക്കുന്ന മുദ്രയുടെ ക്രമത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് മുദ്ര. വ്യാനമുദ്ര എന്ന് പറയുന്നത് ചൂണ്ടുവിരലും നടുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ്. പൂജയിലാവുമ്പോൾ അത് മോതിരവിരലും നടുവിരലും പെരുവിരലും. അത് യോഗശാസ്ത്രത്തിലും ഈ ഒരു താന്ത്രികമായിട്ടുള്ള പദ്ധതിയിലുള്ള വ്യത്യാസമായിരിക്കാം. പിന്നെ വ്യാനന്റെ സ്ഥാനം പറയുന്നതിലും വ്യത്യാസമുണ്ട്. അതായത് വ്യാനോത്രം ഊർധക എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് മൂർധാവിലാണ് വ്യാനന്റെ സ്ഥാനമെന്നും, പക്ഷെ ആയുർവേദം പോലുള്ള ഗ്രന്ഥങ്ങളിൽ വ്യാനോ ഹൃദിസ്ഥിത, ഹൃദയത്തിലാണ് വ്യാനൻ സ്ഥിതി ചെയ്യുന്നത്, സർവശരീരക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ താന്ത്രിക ശാസ്ത്രത്തിൽ തന്നെ 2 ഭാവമായിട്ട് പറയുന്നുണ്ട്. കാരണം സ്വാധിഷ്ഠാന ചക്രവും ജലവുമായിട്ട് വ്യാനനുള്ള ഒരു ബന്ധത്തിനെ പറ്റി പറയുന്നു. അതേ സമയത്ത് തന്നെ ഹൃദിസ്ഥിതനായതുകൊണ്ട് അനാഹൃത ചക്രമായിട്ടുള്ള ഒരു ബന്ധവും പറയുന്നുണ്ട്. പിന്നെ വേറൊരു രസകരമായിട്ടുള്ള ഒരു ഇത് കണ്ടത് ക്രിയായോഗത്തില്, അതായത് ക്രിയായോഗം എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തില് യോഗനിദ്ര അല്ലെങ്കിൽ വ്യാന വീക്ഷണം എന്ന് പറയുന്ന, വ്യാനനെ നമ്മൾ ഈ ശവാസനം യോഗയിൽ ചെയ്യുന്ന പോലെ വ്യാന വീക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പറയുന്നുണ്ട്. ഇത് തന്നെ ശിവസൂത്രത്തിലും ശൈവ സിദ്ധാന്ത പാരമ്പര്യത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയപ്പോ ഇന്റർനെറ്റ് ആർക്കൈവ്സിൽ നോക്കുമ്പോൾ ഏകദേശം 7858 ടെക്സ്റ്റൽ സോഴ്സസ് കാണാൻ പറ്റി വ്യാനനെ പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 4735 ഇംഗ്ലീഷിലാണ്. ഒരു 1-2 ഉദാഹരണം കൂടി പറയാം. വിദ്യാപാദം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തില് വ്യാനോ വിനാമയത്യംഗം വ്യാനോ വ്യാധി പ്രകോപണ പ്രീതേർ വിനാശകരണോ വ്യാപനാത് വ്യാന ഉച്യത. അതായത് പ്രീതിയുടെ വിനാശകാരണം വ്യാനനാവാം എന്ന് പറയുന്നുണ്ട്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് എത്രയുണ്ട് വ്യാനനിൽ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് ഇതാവാം. ഒരു ഉദാഹരണം കൂടി പറയാം. ആക്ഷേപാകുഞ്ചനെ വ്യാനെ ഗമനേജ പ്രസാരണെ ചലനാസ്ഫോടനെ ചെയ്വ ബഹിചേതസു സർവദ പ്രാവൃത്ത കുരുതേവാക പഞ്ചമോ യോനിലോ മഹൻ. അത് നിശ്വാസമായ സൂത്രത്തിലാണ്. അപ്പോ ഇതൊക്കെ ഇന്ത്യൻ പാരമ്പര്യത്തില്, ഇത് കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ ഇൻഡോ ഇറാനിയൻ ട്രഡിഷൻ, സെന്റ് അവസ്ഥ പോലുള്ള ഗ്രന്ഥത്തില് കൂടി ഇറാനിയൻ പരമ്പരയിൽ കൂടി വ്യാനനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ 4 ആത്മാക്കളിൽ അല്ലെങ്കിൽ 4 സ്പിരിറ്റ്സ് എന്ന് പറയുന്ന ഒന്നാണ് വ്യാനൻ. പിന്നെ ഇൻഡോ യൂറോപ്യൻ ട്രഡീഷനിലോ അല്ലെങ്കിൽ ഇൻഡോ ജർമാനിക് ട്രഡീഷനിലോ ഒക്കെ ചില വ്യാനനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളുണ്ട്. നമുക്കറിയാം വാദം എന്ന് ആയുർവേദത്തിൽ പറയുന്നത് അതേ ഇത് ഈ മിഡിൽ ഈസ്റ്റേൺ യൂറോപ്യൻ ട്രഡീഷനിൽ വോഡൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സാമ്യതകളുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്തൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം. നമുക്ക് നമ്മളെ ഒരുപാട് വെബിനാർ നടത്തിയെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇപ്രാവശ്യം ഇത്തവണ പൂജാപഠനം ബാച്ച് 8 നമ്മൾ കൊടുത്തത്. അതിന്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. നമ്മളെ ഈ പൂജയിലെ ഓരോ ടോപ്പിക്കും നമ്മളെ കോളേജിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് പോലെ വ്യാനൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വലിയ പഠനത്തിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പയ്യപ്പള്ളി അദ്ദേഹത്തിന്റെ ഈ ഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ വെബിനാറിന്റെ ഉദ്ദേശവും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അടുത്തത് ഉദാനനെ കുറിച്ച് സുരേഷ് എസ് രഘുത്തമൻ ആറ്റുപുറത്ത്.
എൻ്റെ പേര് രഘു ആറ്റുപുറത്ത്. ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറ അടുത്താണ് ആറ്റുപുറത്ത് മന. ഞാൻ പ്രൈവറ്റ് കമ്പനിയിലാണ്. ഞാൻ സ്വീഡിഷ് പ്രാക്ടീസിലാണ്. ഞാൻ പുറത്താണ്, യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ഉദാനൻ എന്ന വിഷയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു. എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഇതിൽ സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഉദാനൻ എന്ന് പറഞ്ഞാൽ പഞ്ചവായുക്കളിൽ ഒന്ന്. അത് അതിൻ്റെ ഡിക്ഷണറി അർത്ഥം നോക്കിയപ്പോൾ ശബ്ദാദികളെ മേൽപോട്ട് വരുത്തുന്നവൻ എന്നർത്ഥം. പഞ്ചവായുക്കൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇതിൽ ഉദാനവായു കണ്ഠത്തിലിരുന്ന് വാക്ക് മുതലായവയെ ഉണ്ടാക്കുന്നു എന്ന് സാരം എന്നാണ് ഡിക്ഷണറിയിലും ഇതിലും മനസ്സിലായത്. അത് സുഷ്മനയിൽ കൂടി സഞ്ചരിക്കുന്ന വായു ഉദാനവായുവാണ്. ഇത് ശരീരത്തിന് ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദാനവായു നഷ്ടമായാൽ മരിച്ച ഒരു അവസ്ഥയാവും എന്നർത്ഥം. ഇതിനെക്കുറിച്ച് ഓൾറെഡി എല്ലാവരും കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് കൊണ്ട് ഇനി ബാക്കി അതിലേക്ക് പോകുന്നില്ല. ഞാൻ നമ്മൾക്ക് പഠിപ്പിച്ച അതിലൂടെ കുറച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉദാനനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ച ഇതിൽ നിന്ന് മനസ്സിലായിടത്തോളം പ്രാണാഹൂതി ഇത് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിഷ്ണു പൂജ ചെയ്യുമ്പോൾ പ്രാണാഹൂതി നമ്മൾ പഠിച്ചു. ബ്രാഹ്മണർ അന്നത്തെ അമൃതരസമായി സങ്കല്പിച്ച് പ്രാണാഹുതി ചെയ്യുന്നു. അത് മനുഷ്യ ശരീരത്തിലെ ദൈവീകവും സൂക്ഷ്മവുമായ ശക്തിയും ശരീരത്തെ ചലിപ്പിക്കുന്നതുമായ ശക്തികളായ പഞ്ച മഹാപ്രാണനും പഞ്ച ഉപപ്രാണനും ഇതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഇതിൽ ഉദാനൻ ശരീരത്തിൽ പിടിക്കാത്ത പദാർത്ഥങ്ങളെ പുറന്തള്ളാനാണ് മെയിൻലി സഹായിക്കുക. അപ്പൊ ഉദാനൻ കണ്ഠത്തിലൂടെ വരുന്നുണ്ടെങ്കിലും അത് ചെയ്യുന്ന പ്രവൃത്തി ഒരു ക്ലീൻസിങ് ആക്ടിവിറ്റി പോലെ തന്നെയാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സ്ലോലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടായി മാറുന്നു എന്നാണ് പറയുന്നത്. ഉദാനനിൽ ഉണ്ടാവുന്ന കൺട്രോൾ പിന്നീട് അത് ഒരു ലോങ് ടേം ആയിട്ട് ശരീരത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ അതിന് എന്താ പറയാ വർത്തമാനത്തിനും അതിലുള്ള കാര്യങ്ങളിലെല്ലാം വ്യത്യാസം കാണാൻ കഴിയും എന്നും കൂടി വായിച്ച ചില പുസ്തകങ്ങളിൽ പറയുന്നു. വിഷ്ണു പൂജയിൽ നമ്മൾ നിവേദ്യം ശുദ്ധിയെക്കുറിച്ച് പഠിച്ചു, ഹരിയേട്ടൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ദേവന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന നിവേദ്യം ഏറ്റവും ശുദ്ധമായ ഒരു നിവേദ്യം, അളവിനേക്കാളും ഉപരി ഉത്കൃഷ്ടവും ഗുണസമ്പന്നവും പരിശുദ്ധവുമായിരിക്കണം എന്ന് നമുക്ക് പഠിപ്പിക്കുകയുണ്ടായി അല്ലെ. അത് ആ നിവേദ്യം ദർശന മാത്രയിൽ തന്നെ ദേവന്റെ ദൃഷ്ടിയെ നിവേദ്യത്തിലേക്ക് ക്ഷണിക്കാൻ പാകത്തിന് വളരെ വൃത്തിയും അതുപോലെ നല്ല വൃത്തിയായ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയതായിരിക്കണം എന്നും പഠിപ്പിച്ചു. അമൃതം മന്ത്രത്താൽ നിവേദ്യത്തെ നമ്മൾ അമൃതമയമാക്കിയതിനു ശേഷം മൂലമന്ത്രത്താൽ നമ്മൾ ചൈതന്യമാക്കുന്നു. ഇതെല്ലാം ഉണ്ടായത്. പിന്നെ ദേവന് സമർപ്പിച്ച നിവേദ്യം നമ്മൾ മലാംശങ്ങളിൽ നിന്നും ധാത്വാംശങ്ങളിൽ നിന്നും മുക്തമാക്കി രസാംശമാക്കിയാണ് നിവേദിക്കുന്നത്. പിന്നീട് നിവേദ്യത്തിലെ രസസാരാമൃതത്തെ പ്രാണാഹുതി മുഖേന നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ പ്രാണാഹുതി ചെയ്യുന്നതിലൂടെ അതിവിശിഷ്ടമായ ഒരു അതിഥിയുടെ മുമ്പിൽ വിഭവങ്ങൾ സമർപ്പിക്കുന്നത് പോലെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു പൂജകൻ എന്ന നിലയിൽ നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും സമർപ്പിക്കുന്നു എന്നർത്ഥം. പൂജയിൽ എല്ലാ മന്ത്രങ്ങളും നമോന്തങ്ങളായി സമർപ്പിക്കപ്പെടുമ്പോൾ പ്രാണാഹുതി മന്ത്രം മാത്രം സ്വാഹാന്തമായിട്ടാണ് സമർപ്പിക്കുന്നത്. ഈ സമയം ദേവൻ അഗ്നിയുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. ഇതിലൂടെ നിവേദ്യം ദേവനുമായി കൂട്ടിച്ചേർക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ ഓം തൊഴുതിട്ട് ഓം നിവേദയാമി ഭവതേ ജുഷാണേദം ഹവിർഹരേ എന്ന് ചൊല്ലിയിട്ട് ഇടത് കൈ മാറത്ത് വെച്ച് പ്രാണാഹുതി ചെയ്യുന്നത്. ഈ സമയത്ത് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം സ്വാഹ എന്ന് പറഞ്ഞ് പ്രാണാഹുതി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മാനസപൂജയും കൂടി ചെയ്യുന്നുണ്ട്.
അപ്പൊ പഞ്ചഭൂതങ്ങളുടെ സംയോജനം കൊണ്ടാണ് ഷഡ്രസങ്ങളും ഉണ്ടാകുന്നത് എന്ന് അഷ്ടാംഗ ഹൃദയം കൂടി പറയുന്നുണ്ട്. അപ്പൊ ഉദാഹരണെ കുറിച്ച് ഇത് പറയുകയാണെങ്കിൽ അത് ഒരു പൂജകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവനുമായിട്ടുള്ള കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രക്രിയയും കൂടുതൽ ദേവനുമായിട്ട് കൂടുതൽ വൃത്തിയായതും അതുപോലെ പരിപാവനവുമായ ഒരു പൂജ നടത്താനുള്ള ഒരു എൻവയറമെന്റ് ഉണ്ടാക്കലും കൂടി ആവാൻ സഹായിക്കുന്നു. അത് ശരീരത്തിനെയും മാത്രമല്ല അത് കാണുന്നവർക്കും എല്ലാവർക്കും അതിൻ്റെതായ സംതൃപ്തിയും സമാധാനവും ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വിനോദ് കുമാർ ജി. രാജേഷ് എം. എൻ്റെ പേര് വിനോദ് കുമാർ ജി ആണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ വക്കത്ത് ആണ് താമസം. അമ്പലത്തിൽ ശ്മശാന്തിയാണ് ജോലി. ഇവിടെ എറണാകുളം ജില്ലയിലാണ്. എനിക്കും രാജേഷിനും കിട്ടിയ വിഷയം എന്ന് പറയുന്നത് സമാനനാണ്. അപ്പോൾ ഈ സമാനം എന്ന് പറയുന്നത് ദശപ്രാണനുകളിലെ ഒന്നാണ് ഈ സമാനൻ. അത് അഞ്ചാമതായിട്ട് വരും. ആദ്യം പ്രാണൻ, അപാനൻ, ധ്യാനൻ, ഉദാനൻ, സമാനൻ. സമാനൻ സ്ഥിതി ചെയ്യുന്നത് നാഭിയിലാണ്. ഈ ദഹന വ്യവസ്ഥയ്ക്ക് കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നത് ഈ സമാനനാണ്. പവനം, ദഹനം, ജഡാരഗ്നിയെ തണുപ്പിക്കല് എന്നിവയെല്ലാം തുടങ്ങിയ ധർമ്മങ്ങളും കരൾ, പിത്താശയം, ചെറുകുടൽ, കൺകുടൽ ഇവയുടെ പ്രവർത്തനങ്ങളുമായും ഈ സമാനന് വളരെയധികം ബന്ധമുണ്ട്. പ്രാണാദി മറ്റു വായുക്കളെയും സന്തുലനമാക്കുന്നതും സമാനാണ്. കൂടാതെ ഈ പഞ്ചപ്രാണനിൽ പ്രാണപ്രവർത്തനങ്ങൾ ശരീരത്തെ നിലനിർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതിനും വിവിധ ശാരീരിക പ്രവർത്തനത്തിലൂടെ അവയെ എല്ലാം യോജിപ്പിക്കുന്നതും ഈ സമാനനാണ്. പിന്നെ പോഷകങ്ങളെ എല്ലായിടത്തും എത്തിക്കുന്നതും സമാനനാണ്. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അന്തർകരണവുമായി ചേർത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് ഈ പഞ്ചപ്രാണൻ എന്നതാണ്. അതിൽ സമാനൻ പ്രാണാപാനന്മാരെ ക്രമീകരിക്കലാണ് ഇതിന്റെ പ്രധാന ധർമ്മം. പചനക്രിയ നടത്തുന്നു. ആഹാരത്തെ സമീകരിക്കുന്ന ആയാൽ സമാനൻ എന്ന് പേര് വന്നു. സമീകോതി ഇതി സമാനേ. അത് കഴിഞ്ഞിട്ട് ഈ സമാനൻ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു പ്രാണാഗ്നി ഹോത്ര ഉപനിഷത്തില് സമാനന് നമ്മള് അങ്കുലി വിന്യാസത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രാദേശിന്യ സമാനെ, അത് ചൂണ്ടാണി വിരലും തള്ളവിരലും കൂടി ചേർത്താണ് സമാനനെ ഹോമിക്കുന്നത്. പക്ഷേ നമ്മളെ സപരിവാരം പൂജയിലാകുമ്പോൾ 5 വിരലും കൂട്ടി നിവേദ്യത്തിൽ നടുക്കുന്നിടത്ത് സങ്കല്പിച്ചാണ് സമാനായ സ്വാഹ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടാവും, ഇത് രണ്ടും രണ്ട് രീതിയിലായല്ലോ. സപരിവാര പൂജയിലും ഈ ഉപനിഷത്തിലുമുള്ള വ്യത്യാസം നമുക്ക് ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നാം. പക്ഷെ തത്വം നോക്കുമ്പോൾ അതില് ഈ വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തെന്ന് പറഞ്ഞാല് എല്ലാത്തിലും അങ്കുഷ്ടം പ്രധാനമായിട്ട് വരുന്നുണ്ട്, തള്ളവിരല്. അപ്പോൾ ആദ്യത്തേല് നമ്മുടെ ഉപനിഷത്തിലാണെങ്കിൽ നമ്മള് നമ്മള് ഉപയോഗിക്കുന്നത് ചൂണ്ടാണി വിരലും തള്ളവിരലുമാണ് ഇതിന് അത് ഹോമിക്കുന്ന. അപ്പോൾ പൂജാവിധികളാകുമ്പോൾ നമ്മൾ അത് മാറ്റി എല്ലാ വിരലും കൂടി യോജിക്കണം. അപ്പോഴും നമുക്ക് തള്ളവിരലിന്റെ ഒരു സാന്നിധ്യം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് അതിൽ വലിയ വൈരുദ്ധ്യമില്ല. പക്ഷെ തത്വപരമായി ചിന്തിക്കുകയാണെങ്കിൽ രണ്ടും ഒന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ സമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നാഭിയുമായി ബന്ധമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നാഭീചക്രമായ മണിപൂരകത്തിനും ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഈ ദശതള പത്മമായിട്ടാണ് നാഭിയിൽ നമ്മൾ മണിപൂര ചക്രത്തെ കാണുന്നത്. ഇത് ദശതളങ്ങളില് ഡകാരം മുതൽ പകാരം വരെയുള്ള 10 അക്ഷരങ്ങളിലാണ് തന്ത്രിമാർ ഇതിനെ നസിക്കുന്നത്. ഞാൻ രാജേഷ്, പട്ടാമ്പിയാണ് സ്വദേശം. ഞങ്ങൾക്ക് കിട്ടിയ വിഷയം എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് കിട്ടിയ വിഷയം സമാന വായുവിനെ കുറിച്ചിട്ടാണ്. പഞ്ചവായുക്കളിലെ പ്രധാനപ്പെട്ട ഒരു വായുവാണ് സമാന വായു. ഇത് പ്രധാനമായും ഡയഫ്രം മുതൽ നമ്മളുടെ നാഭി വരെയാണ് ഇതിന്റെ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായി പോഷകങ്ങൾ ആഗിരണം ശാരീരികമായി പറയുകയാണെങ്കിൽ നമുക്ക് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും എല്ലാ കോശങ്ങൾക്കും
വേണ്ട എനർജി കൊടുക്കുന്നതിനും സമാനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പിന്നെ എല്ലാ പ്രാണനുകളിലെ ഒരു സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് സമാനമായി പ്രധാനമായി പങ്കുവഹിക്കുന്നു. പിന്നെ കരൾ, പിത്താശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന മേഖല, പ്രവർത്തന മേഖല. പിന്നെ മണിപൂരക ചക്രത്തിന്റെ അടുത്തായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഉദരവുമായി ബന്ധപ്പെട്ടുള്ള യോഗാസനങ്ങളൊക്കെ ഈ സമാന വായുവിനെ ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് നാം ഇതാക്കുന്നു. ഉദാഹരണത്തിന് ത്രികോണാസനം, അർദ്ധ മത്സ്യാസനം, കപൽഭാതി, നൗകാസനം തുടങ്ങിയവ. പിന്നെ മനസ്സുമായി ബന്ധപ്പെട്ടുകയാണെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുന്നതിനുമായി സമാന വായുവിന് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ പൂജയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇപ്പൊ ഇതൊക്കെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു സംഭവം, നമ്മളെ എല്ലാ വിരലുകളും കൂടിയിട്ടാണ് സമാനമായ പ്രാണാഹൂതി ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ വായുക്കളെയും സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനായിട്ടാണ് സമാനവായു ഉപകരിക്കുന്നത്. അതുമായിട്ട് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ബന്ധം തോന്നി. പിന്നെ സർക്കുലർ മോഷനിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അപര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദര രോഗങ്ങളൊക്കെ ധാരാളം വരും. അതുപോലെ മാനസിക രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോ അതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. താങ്ക് യു. രാജേഷ, ഓറയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കും. ഓറ, അതായത് നമ്മൾ ഈ പോഷകങ്ങളൊക്കെ നന്നായിട്ട് ആഗിരണം ചെയ്തിട്ട് എല്ലാ കോശങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി നമ്മളെ ഓറ നന്നായിട്ട് നിലനിർത്താൻ ഇത് സഹായിക്കും എന്ന് പറയുന്നു. അത് വലിയൊരു ഇതായിട്ട് തോന്നി എനിക്കത്. പിന്നെ ഇത് വായിച്ചപ്പോഴും മനസ്സിലാക്കിയപ്പോഴും ഞാൻ ഇന്നലെ മുതൽ എന്റേതായ ശരീരത്തിൽ ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയൊരു അറിവായിട്ട് തോന്നി. കാരണം വെച്ചാൽ നമുക്ക് വരുന്ന പല അസുഖങ്ങളും ഈ പ്രാണന്റെ അപര്യാപ്തതകളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഇപ്പൊ ഇന്നലെ മുതൽ എനിക്ക് തോന്നുക ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും അതിനെത്ര പ്രാധാന്യമുണ്ട് നമ്മളെ പ്രാണൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഓരോന്നും സ്ക്രീൻ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇന്നലെ മുതൽ തുടങ്ങിയതാ ഞാൻ ഇത് വായിച്ച മുതൽ. അത് ശ്രീരാമേട്ടനോട് നന്ദി പറയാണ്ടിരിക്കാൻ പറ്റില്ലേക്ക്. അതുപോലെ ഇന്നലെ രാത്രി ഉറക്കം നന്നായിട്ട് കിട്ടി. കാരണം വെച്ചാൽ ഇതിങ്ങനെ ആസ്വദിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. രാത്രി കുറച്ചു നേരം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോ ആ ഒരു വായുവിന്റെ പ്രവർത്തനവും എല്ലാം കൂടിയിട്ട് വലിയൊരു അനുഭവമായിരുന്നു സത്യം പറയാ. പിന്നെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും, അതായത് പ്രാണന്റെ എനർജി സോഴ്സ് ലഭിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എനിക്ക് മാനസപൂജയെ കുറിച്ചിട്ട് വലിയൊരു ഇത് തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ മാനസപൂജ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന എനർജീനെ പ്രാണനായിട്ട് നമ്മളെ ശരീരത്തിൽ എത്തിച്ച് 72,000 നാഡികളിലൂടെ ഇട, പിംഗള, സുഷുമ്ന നാഡി വഴി 7 ചക്രങ്ങൾ വഴി ശരീരത്തിലെ പല ഭാഗങ്ങളിലും വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ ആദ്യം ഞാൻ ഈ പൂജയിൽ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. യോഗാസനവും മെഡിറ്റേഷനും ഒക്കെ കാര്യമായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇതിന് ശേഷം എനിക്ക് മനസ്സിലായി ഒരു തട്ട് മേലെയാണ് പൂജ എന്ന്. അതുവരെ നമ്മൾ ഇതിനെ ഒരു വേറെ രീതിയിലെ കണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒരു തട്ട് മുകളിലാണ് നമ്മളത്. അപ്പൊ അത് ഞാൻ കാര്യമായിട്ട് തന്നെ, വീട്ടിലൊരു ഭഗവതി ഉണ്ട്, അപ്പൊ കാര്യമായിട്ട് തന്നെ അത് ചെയ്യാറുണ്ട്. എന്തായാലും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം രാജേഷ്. നാരായണൻ വെങ്കട്ട്.